കണ്ണാടിയിലൂടെ കേരളീയ ദർശൻ TV അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ബഹുമാന്യ പ്രേക്ഷകരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കേരളം ഒട്ടുക്ക് ചർച്ച ചെയ്യപ്പെടുന്നത് റാഗിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന കലാലയങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ക്രൂര വിനോദത്തെക്കുറിച്ചാണ്. ആ ക്രൂര വിനോദത്തിന്റെ ഭാഗമായിട്ട് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലെ വെറ്ററിനറി കോളേജിലെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു ക്രൂരമായ ഒരു വിനോദമാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നിരോധിച്ചിരിക്കുകയാണ്. എങ്കിലും ഇപ്പോഴും അത് കോളേജ് അധികൃതരുടെ അനുവാദത്തോടെ അല്ലാതെയോ അത് പല കോളേജുകളിലും നടന്നു വരുന്നു, പലതും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് വെറ്ററിനറി കോളേജ്, വയനാട് ജില്ലയിലെ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലെ കോളേജിന്റെ അന്തരീക്ഷമല്ല. വനത്തിനുള്ളിലാണ് ഈ കോളേജെല്ലാം. അവിടെ കൽപ്പറ്റയിൽ ഗവൺമെന്റ് കോളേജുണ്ട്, ഇത് കൂടെ ഗവൺമെന്റ് കോളേജുണ്ട്, ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് വെറ്ററിനറി കോളേജുണ്ട്. ഇതെല്ലാം കാറ്റ് വഴിയിലൂടെയാണ് ഈ കോളേജിൽ എത്തേണ്ടത്. ആ കാറ്റ് വഴിയിലൂടെ വാഹനം കടന്നു പോകുന്നതിന് ഉള്ള സ്ഥലം മാത്രം, അത്രയും വീതി മാത്രമുള്ള റോഡിലൂടെയാണ് ഈ കോളേജുകളിൽ എത്താൻ. ഇരുവശവും കാടാണ്, കൊടുങ്കാട്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് വയനാടിലെ കോളേജുകളുടെ അന്തരീക്ഷം. ആ വയനാടിലെ വെറ്ററിനറി കോളേജിലെ ഹോസ്റ്റലിലാണ് സിദ്ധാർത്ഥൻ എന്നു പേരുള്ള 2ാം വർഷ BVSC വിദ്യാർത്ഥിയെ അതിക്രൂരമായി റാഗിങ്ങിന് വിധേയമാക്കുകയും ആ വിദ്യാർത്ഥി തൂങ്ങി മരിക്കുകയും ചെയ്തു. അത് കൊലപാതകമാണെന്നുള്ള അഭിപ്രായവും പ്രത്യേകിച്ചും പോലീസിന്റെ പോസ്റ്റ്മോർട്ടം പോലീസിന്റെ റിപ്പോർട്ടിൽ അത് കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്ന നിലയിലാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് കോടതിയിൽ. ആ അന്വേഷണവും ഒരു വഴിക്ക് നടക്കുന്നു. ഈ റാഗിംഗ് എന്ന പേര് കേരളം ആദ്യമായി കേൾക്കുന്നത് അരനൂറ്റാണ്ടിന് മുമ്പാണ്. അരനൂറ്റാണ്ടിന് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുത മേനോന്റെ മകൻ രാമൻകുട്ടി അന്ന് ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥിയെ ഒരു ദിവസം ഒരു പൈപ്പിന്റെ ചുവട്ടിൽ ബലമായി പിടിച്ചിരുത്തിയിട്ട് അരമണിക്കൂറോളം പൈപ്പിൽ നിന്നുള്ള വെള്ളം അയാളുടെ തലയിലേക്ക് ഒഴുക്കി. അന്ന് അയാൾ വീട്ടിൽ വന്നപ്പോൾ, വീട് എന്ന് പറയുന്നത് ക്ലിഫ് ഹൗസാണ്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വീടാണ്. അയാൾക്ക് രാത്രി പനിയും കിടുവലും അതുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങളും ഉണ്ടായി. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ തന്നെ പ്രവേശിപ്പിച്ചു. ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോടാണ് ഈ റാഗിംഗ് എന്ന സംഭവത്തെ കുറിച്ച് ആ കുട്ടി വിവരിക്കുന്നത്. അങ്ങനെയാണ് പിറ്റേന്നത് വളരെ പ്രാധാന്യമേറിയ വാർത്തയാവുകയും റാഗിംഗ് നിരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് ആ സംഭവം കൊണ്ടെത്തിക്കുകയും ചെയ്തു. അത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ടാണ് ഇത്രയധികം വാർത്താ പ്രാധാന്യം ലഭിച്ചതും ആ റാഗിംഗ് നിരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. നിരോധിച്ചെങ്കിലും അത് എല്ലാ വർഷവും, എല്ലാ അധ്യയന വർഷവും ഒളിച്ചും ഒളിക്കാതെയും കോളേജ് അധികൃതർ അറിഞ്ഞും അറിയാതെയും വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും സീനിയർ വിദ്യാർത്ഥികൾ, തങ്ങളുടെ കോളേജിൽ ആദ്യമായി പ്രവേശനം ലഭിച്ച് നിരവധി സ്വപ്നങ്ങളുമായി
കടന്നു വരുന്ന വിദ്യാർത്ഥികളെ ഇതുപോലുള്ള റാഗിങ്ങിന് വിധേയമാക്കാറുണ്ട്. അത് പലപ്പോഴും അതിരുകടന്ന അതിക്രൂരമായ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഇതിനു മുമ്പും ആത്മഹത്യ ചെയ്ത കുട്ടികൾ, റാഗിങ്ങിന് വിധേയമായ കുട്ടികൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുണ്ട്. അന്നും കുറെ ചർച്ചയും വാർത്താ പ്രാധാന്യമുള്ള വാർത്തകളും ഒക്കെ വരികയും പിന്നീട് അത് മറക്കുകയുമാണ് സാധാരണ പതിവ്. ഇന്നിതാ വീണ്ടും ഒരു റാഗിങ്. ആ റാഗിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ആ റാഗിങ്ങിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ ഭരണകക്ഷിയിൽപ്പെട്ട ഇടതുപക്ഷ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളാണ് ഈ റാഗിങ്ങിന് നേതൃത്വം കൊടുത്തത്. റാഗിങ് എന്ന് പറയുമ്പോൾ ഈ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി 6 മണിക്കൂറോളം ഉപദ്രവിച്ചു എന്നുള്ളതാണ്. രാത്രി 12 മണിക്ക് തുടങ്ങിയ ഉപദ്രവം ഏകദേശം 1:30-2 മണി വരെ നീണ്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അത്രയധികം അതിക്രൂരമായി ഈ വിദ്യാർത്ഥിയെ സഹപാഠികളടക്കമുള്ള സീനിയർ വിദ്യാർത്ഥികളടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കളടക്കമുള്ളവർ ഉപദ്രവിച്ചു. വിദ്യാർത്ഥി നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ ഉപദ്രവം എല്ലാം നടന്നത്. താൻ ഇനി ജീവിച്ചിരുന്നിട്ട് പ്രയോജനമൊന്നുമില്ല, അപമാനിതനായി അടിവസ്ത്രം മാത്രം തയ്പ്പിച്ചുകൊണ്ടാണ് ഈ മർദ്ദനമെല്ലാം തുടർന്നത്. അങ്ങനെ അഭിമാനം ഭാരം കൊണ്ടാണോ ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്? അതല്ലെങ്കിൽ ഈ ക്രൂര പീഡനം കൊണ്ട് കൊല്ലപ്പെട്ടതാണോ എന്നതെല്ലാം ഇനി വരുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതുണ്ട്. ആ കോളേജിലെ ഒരു വിദ്യാർത്ഥിനി പുറത്തുവിട്ട ഒരു ആഡിയോ സന്ദേശത്തിൽ പട്ടികളെ തല്ലുന്നത് പോലെ അവനെ, അതായത് സിദ്ധാർത്ഥനെ, അവന്മാർ തല്ലിക്കൊന്നു എന്നാണ് പറയുന്നത്. കൂടെയുള്ള സഹപാഠികളോ ആ കോളേജിലോ ഒരു വിദ്യാർത്ഥിയും ഇതിനെ എതിർക്കാനോ ഇതിനെതിരെ പ്രതികരിക്കാനോ ഇത് പുറത്തു പറയാനോ ധൈര്യപ്പെടാതിരുന്ന സാഹചര്യത്തിലാണ് ഒരു പെൺകുട്ടി ധൈര്യമായി മുന്നോട്ട് വന്ന് ഒരു ആഡിയോ സന്ദേശമെങ്കിലും പുറത്തുവിടാനുള്ള മനസ്സ് കാണിച്ചത്. കൂടാതെ കഴിഞ്ഞ ദിവസം അവിടുത്തെ PTA പ്രസിഡന്റിന്റെ ഒരു വെളിപ്പെടുത്തലുണ്ട്. ആ PTA പ്രസിഡന്റിന്റെ മകൻ ആ കോളേജിൽ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ അംഗത്വം എടുക്കണമെന്ന് നിർബന്ധിക്കുകയും അത് എടുക്കാതിരുന്നപ്പോൾ ഭീഷണിപ്പെടുത്തുകയും അവസാനം നിവർത്തിയില്ലാതെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് അംഗത്വം എടുക്കേണ്ടി വരികയും ചെയ്തു. അയാളുടെ വിരൽ മുറിച്ച് അവിടെ ഭിത്തിയിൽ ചെക്കുവേലയുടെ പടം ഒട്ടിച്ചതിന്റെ താഴെ സിന്ദാബാദ് എഴുതിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത് ഒരു രക്ഷാർത്താവ് പുറത്തുവിട്ടതാണ്. വെറും രക്ഷാർത്താവല്ല, ഇപ്പൊ നിലവിലെ PTA പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പും ആ കോളേജിൽ അരങ്ങേറിയിട്ടുണ്ട്. എന്തുകൊണ്ട് ആ കോളേജിലെ ഹോസ്റ്റൽ ഡീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുന്നത് ഇതെല്ലാം അറിയേണ്ടതാണ്. അല്ലെങ്കിൽ അവിടെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുന്നതിനും ഹോസ്റ്റലിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുമാണ് വാർഡനെയും ഡീനിനെയൊക്കെ നിയമിച്ചിരിക്കുന്നത്. അവർക്ക് അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാനാവില്ല. ഇവിടെയാണ് രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ഈ സംഭവങ്ങളെല്ലാം മറച്ചു വെച്ചതും ആ കുട്ടിയുടെ ആത്മഹത്യയോടുകൂടി ആ മറച്ചു വെക്കപ്പെട്ട സംഭവങ്ങളെല്ലാം ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്ന് മൈക്കിന്റെ മുന്നിൽ പ്രസംഗിക്കുകയും പത്രദ്വാര പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുന്നത് സാധാരണയാണ്.
ഇത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ്? മനുഷ്യത്വവും കാരുണ്യവും സ്നേഹവും വാത്സല്യവും നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഇത്തരം ക്രൂര കൃത്യങ്ങൾ ചെയ്യാൻ കഴിയൂ. അവർക്ക് എന്താണ് ഇതിനുള്ള മനസ്സ്, ഇങ്ങനെയുള്ള മനസ്സ് വരുന്നത്? ഇതിൽ ഈ മർദ്ദനത്തിൽ പങ്കെടുത്തവർ, ഈ മർദ്ദനം നോക്കിക്കണ്ട് നിന്നവർ, അത് 100-ലധികം പേരുണ്ടെന്നാണ് പറയുന്നത്. 130ഓളം പേര് ഈ മർദ്ദന മുറകൾ കണ്ടുകൊണ്ട് നിന്നെന്നാണ് പറയുന്നത്. 30ഓളം പേര് നേരത്തെ മർദ്ദനത്തിൽ പങ്കെടുത്തിരിക്കുന്നു. അവരെല്ലാം മയക്കുമരുന്ന്, ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള മനസ്സ് അവർക്കുണ്ടായത് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് മയക്കുമരുന്ന്, ലഹരി മരുന്നുകൾ കലാലയങ്ങളിൽ, സ്കൂളുകളിലെല്ലാം നിർലോഭം ലഭിക്കുന്ന ഒരു പദാർത്ഥമായി മാറിക്കഴിഞ്ഞു. അതിന്റെ വിതരണം ഈ വെറ്ററിനറി കോളേജിലും ഉണ്ടായിരുന്നിരിക്കാം. അതിന് ആ ലഹരി മരുന്ന് അടിമപ്പെട്ടുകൊണ്ടാവാം ഒരുപക്ഷെ ഇത്തരം ക്രൂര കൃത്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് ഇത് ചെയ്ത വിദ്യാർത്ഥികൾക്കുണ്ടായത്, അല്ലെങ്കിൽ വിദ്യാർത്ഥി നേതാക്കൾക്കുണ്ടായത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാന കാരണം ലഹരി മരുന്നാണ്. ആ ലഹരി മരുന്നിന്റെ ഒഴുക്ക്, അതിന്റെ വിതരണം, ഇതെല്ലാം ഈ വിതരണ ശൃംഖലയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് സ്കൂൾ വിദ്യാർത്ഥികളെ പിടിച്ച് കൗൺസിലിംഗ് നടത്തിയത് കൊണ്ടോ, ഇത് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ കീഴക്കിടയിൽ വിതരണം ചെയ്യുന്നവരെ പിടിച്ച് ജയിലിലിട്ടത് കൊണ്ടോ ഈ ലഹരി മരുന്നിന്റെ വിതരണം, ലഹരി മരുന്നിന്റെ കച്ചവടം, ലഹരി മരുന്നിന്റെ ഉപയോഗം ഇല്ലാതാവുന്നില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വൻ തോക്കുകൾ, ആ വൻ തോക്കുകളെ നിയന്ത്രിക്കാൻ അതിശക്തമായ നിയമം നിലവിലുണ്ട്. ആ നിയമം ആരെയും മുഖം നോക്കാതെ ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഈ ലഹരി മരുന്നിന്റെ വൻ റാക്കറ്റിനെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ, ആ റാക്കറ്റിനെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഇതുകൊണ്ടുള്ള ആപത്തിൽ നിന്നും കേരള ജനതയ്ക്ക് രക്ഷപ്പെടാൻ കഴിയും. അത് ഈ തെരഞ്ഞെടുപ്പ്, ലോകസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുകയല്ല, വീട്ടിനകത്ത് കയറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ലോകസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യം ആര് ഭരിക്കണം, വരുന്ന 5 വർഷം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ജനങ്ങളുടെ സമ്മതിദാനം രേഖപ്പെടുത്തി അത് ആ വോട്ടിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ലഭിക്കുന്ന ഭൂരിപക്ഷം എംപിമാർ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ ആ രാഷ്ട്രീയ പാർട്ടി, അല്ലെങ്കിൽ ഏത് മുന്നണിക്കാണോ ആ മുന്നണിയാണ് രാജ്യം പിടിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനമായും 2 മുന്നണി, അത് പൂർണ്ണതയിൽ എത്തിയില്ലെങ്കിൽ തന്നെയും BJP, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDAയും നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസും, മറ്റൊന്ന് പുതുതായിട്ട് രൂപീകൃതമായ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് ഇടതുപക്ഷ പാർട്ടികളടക്കമുള്ള പ്രാദേശിക കക്ഷികൾ, സംസ്ഥാന പാർട്ടികളെല്ലാം അതിലംഗമാണ്. ഈ 2 മുന്നണി കൂടാതെ ചില പ്രാദേശിക കക്ഷികളുടെ സംസ്ഥാനത്ത് മാത്രം നിലനിൽക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കൊല്ലത്ത് മാത്രം ഒതുങ്ങി നിന്ന, അല്ലെങ്കിൽ ഇപ്പോഴും കൊല്ലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന RSP ആണ്. ആ RSPയുടെ സ്ഥാനാർത്ഥി അവിടെ കൊല്ലത്തെ സിറ്റിംഗ് MP പ്രേമേന്ദ്രന്റെ പേരാണ് കേരളത്തിൽ ആദ്യമായി
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം കേരളത്തിൽ ആദ്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, LDF ആണ്. കേരളത്തിലെ 20 സീറ്റുകളിലും അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 16 സീറ്റിൽ CPIM-ഉം ശേഷിക്കുന്ന 4 സീറ്റിൽ CPI-യുമാണ് മത്സരിക്കുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റുള്ള ഘടകകക്ഷികൾക്കൊന്നും സീറ്റ് ലഭ്യമാക്കിയിട്ടില്ല. അവരെല്ലാം അവരെല്ലാം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതാത് നിയോജക മണ്ഡലങ്ങളിൽ, ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇലക്ഷൻ പ്രവർത്തനം നടത്തണം. നേതാക്കൾ സംസ്ഥാന വ്യാപകമായി തന്നെ പ്രചരണത്തിന് നേതൃത്വം നൽകണം എന്നുള്ള തീരുമാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്നത്. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് തലസ്ഥാന മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPI-യുടെ ദേശീയ കൗൺസിൽ അംഗം, തിരുവനന്തപുരത്തെ തന്നെ മുൻ MP, CPI-യുടെ നേതാവ് ശ്രീ പന്ന്യൻ രവീന്ദ്രനാണ് ഇടതുപക്ഷ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാവട്ടെ ഏഷ്യാനെറ്റ് TV-യുടെ മുൻ ചെയർമാനും ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രിയുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖരാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ തന്നെയും നിലവിലെ MP ശശി തരൂരാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരാണ്. ആർക്കാണ് കൂടുതൽ വോട്ട് ലഭിക്കുന്നത്, ആരാണ് ജയിക്കുന്നത്, അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ടുകൾ എണ്ണിയതിന് ശേഷമേ പറയാൻ കഴിയൂ. എന്തായാലും തിരുവനന്തപുരം പാർലമെന്റിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഊക്ക് അതിഗംഭീരമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 20 സ്ഥാനാർത്ഥികളിൽ അവരുടെ 3 ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കുന്നുണ്ട്, അവിടെ 3 MLA-മാർ മത്സരിക്കുന്നുണ്ട്, ഒരു മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നു. അതായത് നല്ല മത്സരം കാഴ്ചവെച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ ആക്കണമെന്നുള്ള ആവേശത്തോടു കൂടിയുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല തലയെടുപ്പുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിരിക്കുന്നത്. അക്കാര്യത്തിൽ BJP മുന്നണിയുടെ ഘടകകക്ഷിയ BDJS-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. BJP NDA പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളും മോശക്കാരല്ല. കോൺഗ്രസ് പ്രഖ്യാപിക്കാനിരിക്കുന്ന സ്ഥാനാർത്ഥികളും മോശക്കാരല്ല. അവരെല്ലാം തലയെടുപ്പുള്ളവർ തന്നെയാണ്. അങ്ങനെ 3 മുന്നണികളിൽ ഏത് മുന്നണിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടുകൾ എണ്ണിയതിനു ശേഷമേ വ്യക്തമായ ഉത്തരം പറയാൻ കഴിയൂ. തൃശ്ശൂരിൽ സിനിമാ താരം സുരേഷ് ഗോപി മത്സരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തന്നെയാണ് മത്സരിച്ചിരുന്നത്. അത് വളരെയധികം സുരേഷ് ഗോപി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ സിറ്റിംഗ് MP എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് TN പ്രതാപനാണ്. അതുപോലെ തന്നെ കൊല്ലത്ത് RSPയുടെ നേതാവ് പ്രേമേന്ദ്രനെതിരെ മത്സരിക്കുന്നത് CPIM-ന്റെ കൊല്ലം MLA-യും സിനിമാ താരവുമായ മുകേഷാണ്. അവിടെയും ഇലക്ഷനും വളരെ കളർഫുൾ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെയായാലും ഇനി വരുന്ന നാളുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ വളരെ ആവേശപരമായ പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കുന്നത്. അത് കാത്തിരുന്ന് കാണുകയല്ലാതെ വേറെ പ്രത്യേക നിവൃത്തിയൊന്നുമില്ല. ആ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അവസാനമായി പറയാനുള്ളത്,
കഴിഞ്ഞ ദിവസം മാതാ അമൃതാനന്ദമയി മഠത്തിലെ ഒരു സ്വാമി ചിദാനന്ദപുരി പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തെ പറഞ്ഞത് സ്വപ്നത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സ്വപ്നം സൃഷ്ടിക്കുന്നത് സൂക്ഷ്മ ദേഹമാണ് എന്നാണ് ചിദാനന്ദപുരി പറഞ്ഞത്. ചിദാനന്ദപുരി മാതാ അമൃതാനന്ദമയി മഠത്തിലെ പ്രധാനപ്പെട്ട സന്യാസി വര്യന്മാരിൽ ഒരാളാണ്. അതേസമയം മനസ്സിൽ വന്നടിഞ്ഞിട്ടുള്ള ധാരണകളും ഓർമ്മകളും എല്ലാം കലങ്ങി മറിഞ്ഞ് തമ്മിൽ പിണഞ്ഞു വരുന്നതിനെയാണ് സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നത്തില് ഇത് പറഞ്ഞത് ഗുരു നിത്യ ചൈതന്യ യതിയാണ്. എന്തായാലും സ്വപ്നത്തിന് തലച്ചോറുമായി ബന്ധമില്ല എന്ന് ശാസ്ത്രം തന്നെ, മനുഷ്യശാസ്ത്രം തന്നെ, മനഃശാസ്ത്രം തന്നെ പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിൽ മനസ്സിന്റെ പിന്നിൽ സംഭവിക്കുന്ന ഏതോ ഒന്നിനെ കുറിക്കുന്ന സമ്മിശ്രമായ പ്രതിഫലനമാണ് സ്വപ്നം എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ഈ രണ്ട് സന്യാസിമാരും ചിദാനന്ദപുരി ആയാലും നിത്യചൈതന്യതി ആയാലും രണ്ടും വളരെയധികം പാണ്ഡിത്യമുള്ള സന്യാസിവര്യന്മാരാണെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിലും ഈ സ്വപ്നം എന്ന് പറയുന്നത് അത് വ്യക്തമായ ഒരു ഉത്തരം തരാൻ ഒരു വേദത്തിനോ ഒരു ശാസ്ത്രത്തിനോ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. അതും കൂടി ഈ കണ്ണാടിയിലൂടെ എന്ന പ്രോഗ്രാമത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. നന്ദി, നമസ്കാരം.